ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ശക്തമായ ഒരു സൈനിക നടപടി. അതിനുശേഷം ഭാരതം വലിയ രീതിയിൽ അതീവ ജാഗ്രതയിലാണ്. കൂടാതെ ജെയ്ഷെ മുഹമ്മദും അതോടൊപ്പം തന്നെ ലഷ്കർ ഇ തൊയ്ബയും ഡൽഹിയിൽ വലിയ രീതിയിലുള്ള ഒരു ഭീകര പ്രവർത്തനം നടത്താനായിട്ട് പലതരത്തിലുമുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഡൽഹിയിലെ BJPയുടെ ആസ്ഥാനവും അതോടൊപ്പം തന്നെ ഡൽഹിയിലും മുംബൈയിലും ഉത്തർപ്രദേശിലും അടക്കമുള്ള തന്ത്രപ്രധാന സ്ഥലങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അതീവ സുരക്ഷയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിലവിൽ ഇന്നലെ IBയുടെ ഒരു റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചിരിക്കുകയാണ്. അതിൽ IB പറയുന്നത് ഡൽഹിയിലും അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ഭീകരാക്രമണം നടക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് IBയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അത് ക്ഷേത്രങ്ങളും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ എത്തുന്ന ഒരു ചിലപ്പോൾ ഷോപ്പിംഗ് മാളുകളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റ് ആകാം, അല്ലെങ്കിൽ സ്കൂളുകൾ, കോളേജുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരു ഏറ്റവും കൂടുതൽ ജനങ്ങൾ എത്താൻ ഇടയുള്ള സ്ഥലങ്ങളെ ലക്ഷ്യമിട്ടായിരിക്കും ഒരു ഭീകരാക്രമണം നടക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നത്. ആ ഭീകരാക്രമണം നടത്താൻ ഉള്ള ഒരു നീക്കം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖലിസ്ഥാൻ തീവ്രവാദികളാണ് ഭീകരാക്രമണം നടത്താനുള്ള ഒരു സാധ്യത അവരൊരു ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഡൽഹിയിലും ഉത്തരാഖണ്ഡിലുമാണ് ഒരു വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം നടക്കാൻ പോകുന്നത് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനം ഇപ്പോൾ നിൽക്കുന്നത്. ഉത്തരാഖണ്ഡിലെയും ഡൽഹിയിലെയും പ്രമുഖ ക്ഷേത്രങ്ങൾ ഖലിസ്ഥാൻ തീവ്രവാദികൾ ലക്ഷ്യമിട്ടേക്കാമെന്ന ഒരു മുന്നറിയിപ്പാണ് റോയും IBയും ഇപ്പോൾ നൽകുന്നത്. മതപരമായ സ്ഥലങ്ങൾക്ക് പുറമെ സർക്കാർ സ്ഥാപനങ്ങളുണ്ട്, റെയിൽവേ സ്റ്റേഷനുകളുണ്ട്, പോലീസ് സ്ഥാപനങ്ങൾ എന്നിവയും ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഭീകരാക്രമണം നടക്കാനുള്ള ഒരു സാധ്യതയുള്ള ഒരു ലക്ഷ്യങ്ങളായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിരവധി ക്ഷേത്രങ്ങൾ, സർക്കാർ ഓഫീസുകൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കൾ, അതായത് VVIPകളെയും ലക്ഷ്യമിട്ടുകൊണ്ട് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണം നടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഒരു ഇമെയിൽ IBക്ക് ലഭിച്ചിട്ടുണ്ട് എന്നൊരു മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇമെയിലിന്റെ ഉള്ളടക്കങ്ങൾ സുരക്ഷാ ഏജൻസികൾ ഗൗരവമായി തന്നെ കാണുന്നുണ്ട്. മുന്നറിയിപ്പിനെ തുടർന്ന് ഉത്തരാഖണ്ഡ് പോലീസും രഹസ്യാന്വേഷണ ഏജൻസികളും ഡൽഹി പോലീസും സുരക്ഷാ നടപടികൾ ശക്തമാക്കുകയും സെൻസിറ്റീവ് സ്ഥലങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇമെയിലിന്റെ ഉദ്ഭവം ആധികാരികമായും ഇപ്പോൾ നിർണ്ണയിക്കാനുള്ള ഒരു നീക്കം ഡൽഹി പോലീസും അതോടൊപ്പം തന്നെ ATSഉം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സുരക്ഷാ ഏജൻസികൾ അതിന്റെ ഉള്ളടക്കം പരിശോധിക്കുകയും ഭീഷണികളുടെ വിശ്വാസ്യത വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഭീഷണിയുടെ സ്വഭാവമോ ഉടനടിയോ ഉദ്യോഗസ്ഥർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കൂടാതെ NIA ഇതിന്റെ അന്വേഷണങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സംസ്ഥാനങ്ങളിലും മുൻകരുതൽ നടപടികൾ തുടരുന്നതിനാൽ അധികാരികൾ ഇപ്പോൾ കനത്ത ജാഗ്രതയിലാണ്. ക്ഷേത്രങ്ങളിലും അതോടൊപ്പം തന്നെ ഇനി അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഏതെങ്കിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും, അതായത് നവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള ഉത്സവങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ടുള്ള അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു കലാപരിപാടികളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും VVIP അവിടെ സന്ദർശനം നടത്താനുണ്ടെങ്കിലും അവിടെയെല്ലാം തന്നെ കനത്ത ഒരു ത്രിതല സുരക്ഷാ സംവിധാനം അവിടെ വേണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജയ്പൂരിൽ താമസിക്കുന്ന ഗംഗാപൂർ സിറ്റി സ്വദേശിനിയായ ഒരു വനിതയെ ദേശവിരുദ്ധ സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്റലിജൻസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ പ്രാഥമികമായ പരിശോധനയ്ക്കായി ഫോറൻസിക്കിലേക്ക് അയച്ചിരിക്കുകയാണ്. അതിൽ വിദേശ പ്രൊഫൈലുകളിലേക്കുള്ള ലിങ്കുകൾക്കൊപ്പം ആക്ഷേപകരമായ ഉള്ളടക്കമുള്ള 2 SIM കാർഡുകളും ഫേസ്ബുക്ക് അക്കൗണ്ടുകളും ഉപയോഗിക്കുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ ഫ്രണ്ട് ലിസ്റ്റിലെ നിരവധി പ്രൊഫൈലുകൾ, അതോടൊപ്പം തന്നെ അതിൽ പാകിസ്ഥാൻ പതാകകൾ, അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദുമായുള്ള, അതോടൊപ്പം തന്നെ മറ്റ് ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണ രേഖകൾ, സായുധ തീവ്രവാദികളുമായി സാമ്യമുള്ള ഫോട്ടോകൾ, ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും ഒക്കെ മുതിർന്ന കമാൻഡർമാരുടെ ചിത്രങ്ങളടക്കം അവിടെ അതിൽ നിന്നും അവരുടെയൊക്കെ ഫോൺ നമ്പറുകളടക്കം മൊബൈലിൽ നിന്നും ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. വാട്സാപ്പ് വഴി നിരവധി പാകിസ്ഥാൻ മറ്റ് വിദേശ നമ്പറുകളുമായി അവർ ഫോൺ ചെയ്തിട്ടുണ്ട്, അതിൽ വാട്സപ്പ് കോൾ നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ കോൺടാക്ട് ലിസ്റ്റിൽ കണ്ടെത്തിയ ചില പാകിസ്ഥാൻ നമ്പറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഭീകര പ്രവർത്തകരുമായി അല്ലെങ്കിൽ ഭീകര പ്രസ്ഥാനങ്ങളുമായി, പാകിസ്ഥാനിലെ ഭീകര സ്കൂളുകളുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന് ഇപ്പോൾ IBക്ക് ഒരു തെളിവ് ലഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഒരു മുഫ്തിയുടെ ഫോണിലൂടെയുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമാണ് താം ഇസ്ലാം മതം സ്വീകരിച്ചതെന്നും ചോദ്യം ചെയ്യലിൽ യുവതി ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനിലേക്കുള്ള യാത്രയ്ക്ക് സൗകര്യമൊരുക്കാൻ അവരുടെ കൈകാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിനുവേണ്ടിയുള്ള ഒരു പദ്ധതികൾ ഇടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടി അതത് പാകിസ്ഥാനിലേക്ക് പോകാനുള്ള ഒരു പദ്ധതികൾ തയ്യാറാക്കുന്നതിനിടയിലാണ് യുവതി ഇപ്പോൾ IBയുടെ പിടിയിലായത്. കൂടാതെ IB നടത്തിയ അന്വേഷണത്തിലൊടുവിലും അതോടൊപ്പം തന്നെ ചില കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപ്രകാരം ഭാരതീയ ന്യായ സംഹിതയുടെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം ATSഉം അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കി ഇവരെ ജൂൺ 27 വരെ ATSന്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ അവരെ NIAയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ.